വയനാട് മേപ്പാടിയിൽ വൻ ഉരുൾപൊട്ടൽ. മേപ്പാടി ചൂരൽമലയിലും മുണ്ടക്കൈ ടൗണിലും ഇന്ന് പുലർച്ചെയോടെയുണ്ടായ ഉരുൾപൊട്ടലിൽ ഇതുവരെ 40-ലേറെ പേരുടെ മരണം സ്ഥിരീകരിച്ചു. മുണ്ടക്കൈയിൽ ഇതുവരെ രക്ഷാപ്രവർത്തകർക്ക് കടക്കാനായിട്ടില്ല. അവിടുത്തെ വിവരങ്ങൾ കൂടി പുറത്തുവരുമ്പോൾ മരണസംഖ്യ ഉയരാനാണ് സാധ്യത. മേപ്പാടി ചൂരൽമലയിലും മുണ്ടക്കൈ ടൗണിലും ഇന്ന് പുലർച്ചെയുണ്ടായ ഉരുൾപൊട്ടലിൽ ഇതുവരെ 42 പേരുടെ മരണമാണ് സ്ഥിരീകരിച്ചത്. ഉരുൾപൊട്ടലിൽ അകപ്പെട്ടവരുടെ മൃതദേഹങ്ങൾ കിലോമീറ്ററുകൾ അകലെയുള്ള മലപ്പുറം ജില്ലയിലെ ചാലിയാർ പുഴയുടെ വിവിധ ഭാഗങ്ങളിലായി കണ്ടെത്തി. 70ഓളം പേർ ആശുപത്രിയിൽ ചികിത്സയിലാണ്. വൻ ഉരുൾപൊട്ടലുണ്ടായ മുണ്ടക്കൈയിൽ ഇതുവരെ രക്ഷാപ്രവർത്തകർക്ക് കടക്കാനായിട്ടില്ല. മുണ്ടക്കൈയിൽ വൻ നാശനഷ്ടമുണ്ടായെന്നാണ് വിവരം. അവിടുത്തെ വിവരങ്ങൾ കൂടി പുറത്തുവരുമ്പോൾ മരണസംഖ്യ ഇനിയും ഉയരാനാണ് സാധ്യത. അതിനിടെ രക്ഷാപ്രവർത്തനത്തിന് എയർലിഫ്റ്റിംഗ് സാധ്യത പരിശോധിക്കാനെത്തിയ 2 ഹെലികോപ്റ്ററുകൾ കാലാവസ്ഥ പ്രതികൂലമായതോടെ വയനാട്ടിലിറങ്ങാനാകാതെ തിരിച്ചുപോയി. കോഴിക്കോട്ടേക്ക് ഹെലികോപ്റ്ററുകൾ തിരികെ പോയതോടെ രക്ഷാപ്രവർത്തനം പ്രതിസന്ധിയിലായി. നിലവിൽ പുഴയ്ക്ക് കുറുകെ വടം കെട്ടി NDRF സംഘങ്ങൾ അക്കരെ മുണ്ടക്കൈ ഭാഗത്തേക്ക് കടക്കാനുള്ള സാഹസിക ശ്രമത്തിലാണ്. മുണ്ടക്കൈ പ്രദേശത്തെ പ്രധാന റോഡും ചൂരൽമല ടൗണിലെ പാലവും തകർന്നതോടെ ഈ ഭാഗത്ത് രക്ഷാപ്രവർത്തനം ഇതുവരെ സാധ്യമായിട്ടില്ല. മുണ്ടക്കൈ അട്ടമല പ്രദേശത്തേക്കുള്ള ഏക പാലമാണിത്. ഇവിടെ സൈന്യം എത്തിയ ശേഷം താൽക്കാലിക പാലം നിർമ്മിക്കുമെന്ന് അറിയിച്ചിരുന്നെങ്കിലും സൈന്യം ഇതുവരെ എത്തിയിട്ടില്ല. മുണ്ടക്കൈയിൽ ദുരിതാശ്വാസ ക്യാമ്പ് പ്രവർത്തിച്ചിരുന്ന സ്കൂളിൽ വീടുകളിലും കടകളിലും വെള്ളവും ചെളിയും നിറഞ്ഞു. മേഖലയിൽ 400ഓളം കുടുംബങ്ങൾ ഒറ്റപ്പെട്ടതായാണ് വിവരം. ന്യൂസ് ഡെസ്ക് മെട്രോ 7. മിഴിവുള്ള സ്ഫടിക തുല്യമായ കാഴ്ചകൾക്ക് അയ്യാൻ ലെൻസ് തോപ്പുംപടി. കൃത്യതയോടെയും ഗ്യാരണ്ടിയോടും കൂടിയ നേത്ര പരിശോധന. നേത്ര സംരക്ഷണ രംഗത്തെ 3 പതിറ്റാണ്ട് കാലത്തെ പാരമ്പര്യം. അയ്യാൻ ലെൻസ്, കണ്ണുകൾക്ക് തുണയായി എന്നും നിങ്ങളോടൊപ്പം.